ഗസയിൽ ഇസ്രായേൽ നിയന്ത്രിക്കുന്ന മഞ്ഞവരയ്ക്കുള്ളിലെ തുരങ്കങ്ങളിൽ കുടുങ്ങിയ ഹമാസ് പോരാളികളെ ആയുധം ഉപേക്ഷിച്ചു പോകാൻ ചർച്ച. 150ഓളം പേരാണ് ഗുഹകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. എന്നാൽ ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ ഭീഷണി. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ 10,000-കണക്കിന് ഫലസ്തീനികളുടെ മൃതദേഹമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ലബനോണിലും ആക്രമണം തുടരുകയാണ്. MCA നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഈ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ ഹമാസ് പോരാളികളെയും ഇല്ലാതാക്കാതെ അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാതെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവരെ എങ്ങനെ പുറത്തു കൊണ്ടുവരാൻ അല്ലെങ്കിൽ രക്ഷിക്കാനാണ് നിലവിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഹമാസ്? ഒക്ടോബർ 10 നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ ഒരർത്ഥത്തിലും നടപ്പാക്കാനോ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനോ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇനിയും നീക്കമുണ്ടായിട്ടില്ല. നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ സൈനിക പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു നിർണിതമായിട്ടുള്ള സ്ഥലം ക്രമീകരിച്ചിരുന്നു. അതിന് യെല്ലോ ലൈൻ എന്ന് പേരിട്ടിരിക്കുന്ന ആ സ്ഥലത്തിന് പിറകിലായിക്കൊണ്ടാണ് ഇപ്പോൾ തെക്കൻ ഗസയുടെ ഭാഗമായിട്ടുള്ള റഫയോട് ചേർന്നിട്ടുള്ള തുരങ്കത്തിൽ 150 മുതൽ 200 വരെ ഹമാസ് പോരാളികൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ, ഇന്റലിജൻസ് റിപ്പോർട്ടുകളാണ്. ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇതുവരെയും ഹമാസും വിശദീകരിച്ചിട്ടില്ല. ആ പോരാളികളെ സ്വതന്ത്രമായിട്ട് വിടാൻ ഏറെക്കുറെ ഇസ്രായേൽ അംഗീകരിക്കും. പക്ഷേ അവരുടെ ആയുധങ്ങൾ പൂർണ്ണമായിട്ടും അടിയറ വെച്ചിട്ട് വേണം അവരുടെ സ്വതന്ത്രമാക്കാൻ എന്ന ഒരു നിർദ്ദേശമാണ് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അമേരിക്കയും ഏറെക്കുറെ ഇത് അനുവദിച്ചതായിട്ടാണ്, ഇത്തരമൊരു നീക്കത്തെ, ഈ ഒരു നിർദ്ദേശത്തെ അംഗീകരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്. കാരണം ഒരു നിലയ്ക്കും ഈ തുരങ്കങ്ങൾ അമർച്ച ചെയ്തുകൊണ്ട് ഫലസ്തീൻ പോരാളികളെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുമെന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ഇന്നും പ്രതിരോധ മന്ത്രി അക്കാര്യം ആവർത്തിക്കുകയും ചെയ്തു. അതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള പ്രകോപനപരമായ ഒരു മറുപടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ കാര്യങ്ങളെ ഹമാസ് എങ്ങനെയാണ് കാണുന്നത്? അവിടുത്തെ ഇതിൽ ഹമാസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത്, കാരണം ഈ പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും, കാരണം ഒക്ടോബർ 10 മുതൽ ഇപ്പോൾ നവംബറിൽ ഈ എത്തി നിൽക്കുന്ന ഈ സമയം വരെയും പ്രായോഗികമായിട്ട് ഈ വെടിനിർത്തലിന്റെ ആ താല്പര്യങ്ങളോട് നീതി പുലർത്താൻ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ തെക്കൻ ഗസക്ക് നേരെയും ഗസ സിറ്റിക്ക് നേരെയും ആക്രമണം വ്യാപകമായി തന്നെ നടന്നു. ഏതാനും പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെയാണ് ഗസയിലേക്ക് അയക്കും നേരത്തെ ഈ കരാറിൽ വ്യക്തമാക്കിയിരുന്ന ഭക്ഷ്യവസ്തുക്കൾ, അതോടൊപ്പം തന്നെ കുടിവെള്ളം, താൽക്കാലിക താമസ സംവിധാനങ്ങൾ, മരുന്നുൽപ്പന്നങ്ങൾ എന്നിവ ലഭ്യമാക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ അയക്കുന്ന കാര്യത്തിലും ഇസ്രായേൽ വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാട് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാം ഘട്ട ചർച്ച വളരെ പെട്ടെന്ന് വേണമെന്ന് അമേരിക്ക നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് മുമ്പാകെ ഹമാസ് അറിയിച്ചിരിക്കുന്നത്, കാരണം ഈ ആദ്യഘട്ട വെടിനിർത്തൽ ചർച്ച പോലും അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ ഇസ്രായേൽ നേതൃത്വം തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ എത്ര കണ്ട് രണ്ടാം ഘട്ടത്തിലേക്ക് നടക്കാൻ പിന്നെ മുന്നേറാൻ സാധിക്കുമെന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആശങ്ക തന്നെയാണ് ഹമാസ് നേതൃത്വം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് ഈ വെടിനിർത്തൽ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കണമെന്നാണ്. അതിന് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉപാധിയായിരുന്നു ബന്ദികളുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായിട്ടും കൈമാറണമെന്ന്. ഇനിയിപ്പോൾ 6 മൃതദേഹങ്ങൾ മാത്രമാണ് ഹമാസ് കൈമാറാനുള്ളത്. 20 ജീവനോടെയുള്ള ബന്ദികളെ ഈ വെടിനിർത്തലിന്റെ ആദ്യ ദിവസത്തിൽ തന്നെ പിന്നെ അവരെ മോചിപ്പിച്ചു. തുടർന്നുള്ള 28 ബന്ദികളുടെ മൃതദേഹങ്ങളിൽ 22 കൈമാറി. ഇനി വെറും 6 മാത്രമാണ് ഉള്ളത്. ഇന്നിപ്പോൾ രാത്രി അരമണിക്കൂർ കൂടി പിന്നിട്ടാൽ ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഇസ്ലാമിക് ജിഹാദ് കൈമാറും. തുടർന്ന് വെറും 5 മൃതദേഹങ്ങൾ മാത്രമാണ് ഉള്ളത്. ആ മൃതദേഹങ്ങൾക്കായുള്ള തെരച്ചിൽ തുടരുന്നുണ്ട്. അതും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ആ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും അതും ഇസ്രായേലിന് കൈമാറും. പക്ഷെ അതോടുകൂടി ഇസ്രായേൽ പിൻവാങ്ങുമെന്ന ഒരു പ്രതീക്ഷ പോലും ഹമാസിനോ പലസ്തീൻ നേതൃത്വത്തിനോ ലോകത്തിനോ ഇല്ല.